എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. വെളിപ്പാട് 8-ന്റെ 3 മുതൽ 5 വരെ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിൻ മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്തു യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുനരുത്ഥാന നാളിന് ശേഷം പുതിയ പ്രതീക്ഷയുമായി പ്രത്യാശയുമായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. വ്യത്യസ്തമായ ഒരു ആവിഷ്കാരം നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തെപ്പറ്റിയുള്ള ദർശനത്തിൽ ആവർത്തിച്ച് യാഗപീഠം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് ദഹനയാഗത്തിൻ്റെ പീഠമായിരിക്കാൻ സാധ്യതയില്ല. സ്വർഗത്തിൽ മൃഗയാഗമില്ല. ഇത് ധൂപം കാട്ടുന്നതിനുള്ള യാഗപീഠമാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ മുൻവശത്ത് ധൂപയാഗപീഠം ഉണ്ടായിരുന്നതായി ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും സംഖ്യാ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. സ്വർണ്ണ നിർമ്മിതമായ ഈ യാഗപീഠം 18 ഇഞ്ച് സമചതുരവും 3 അടി ഉയരം ഉള്ളതുമായിരുന്നു. അതിൻ്റെ ഓരോ മൂലയ്ക്കും കൊമ്പുകൾ ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ ദിവസം തോറും ആദ്യത്തെ യാഗം അർപ്പിക്കുന്നതിന് മുൻപും അവസാനത്തെ യാഗം അർപ്പിച്ചതിന് ശേഷവും ധൂപം കത്തിക്കുന്ന പതിവുമുണ്ടായിരുന്നു. സൗരഭ്യവാസനയുള്ള ധൂപത്താൽ ആവൃതമായി ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് മുൻപും നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന യാഗമാണ് പ്രാർത്ഥന എന്ന ആശയം ഇവിടെ നിഴലിക്കുന്നുണ്ട്. ഏതു മനുഷ്യനും പണ്ഡിതനും പാമരനും ധനവാനും ഒരുപോലെ ദൈവത്തിന് അർപ്പിക്കാവുന്ന ഏക യാഗം പ്രാർത്ഥനയാണ്. മനുഷ്യരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് വഹിച്ചുകൊണ്ടു പോകാൻ മാലാഖമാരുടെ കരങ്ങൾ എല്ലായ്പ്പോഴും സന്നദ്ധമാണെന്നുള്ളത് വളരെ ആശ്വാസപ്രദമാണ്. യെരുശലേം ദേവാലയത്തെ സ്വർഗത്തോട് ഉപമിച്ചുകൊണ്ടുള്ള വർണ്ണനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മുദ്രകൾ പൊട്ടിക്കുന്നതും 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്ന നിത്യ സ്തുതിഗീതം പോലും ആ അരമണിക്കൂർ നേരം തടസ്സപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചു. വളരെ സ്ഫോടനാത്മകമായ ഒരു പ്രാർത്ഥനയായി ഈ ഭാഗത്തെ നമുക്കെടുക്കാം. ഭൂമിയിലേക്ക് തീ എറിയണമേ എന്നാണ് അപേക്ഷ. നിലനിൽക്കുന്ന അധികാര ശക്തികളെ ഇളക്കി മറിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആഗമനത്തെ വിളംബരം ചെയ്യുന്നതാണ് ഇടിയും മിന്നലും ഭൂകമ്പവുമൊക്കെ. അപ്പോൾ ഭൂമിയിൽ ദൈവജനത്തിന് വിരുദ്ധമായ അനീതിയും അക്രമവും ഇങ്ങനെ അഴിഞ്ഞാടുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വർഷിക്കപ്പെടും എന്ന ആശയം ഈ ഒരു വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൃശ്യത്തിൻ്റെ 2-ാം ഭാഗം അതേ ദൂതൻ തന്നെ ധൂപകലശമെടുത്ത് യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ നിറച്ച് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കവും ഭൂകമ്പവും ഉണ്ടായി.
തുടർന്നുണ്ടാകാനുള്ള ഭീകര സംഭവങ്ങളുടെ നാന്ദിയാണിത്. ഈ ചിത്രം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. യെശയ്യാവിൻ്റെ ദർശനവുമായും ഇതിന് സാമ്യമുണ്ട്. യെഹെസ്കേൽ 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും യെശയ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും. ഈ പ്രവൃത്തിയുടെ അർത്ഥം എന്താണ്? ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയ ശേഷം ക്രോധത്തോടെ ഭൂമിയിലേക്ക് മടങ്ങി വരും എന്നായിരിക്കാം. ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരുടെ മേൽ പ്രതികാരം നടത്തുവാൻ എന്ന് തോന്നും വിധം പ്രതികാരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ക്രിസ്തേതരമാണ് എന്ന് നമ്മൾ വാദിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ തലമുറയിലെ ക്രിസ്ത്യാനികൾ അനുഭവിച്ചിരുന്ന പീഡനത്തിൻ്റെ ഭീകരതയും അതുമൂലം സഭ നശിപ്പിക്കപ്പെടുമെന്നുള്ള ഭീതിയും ഓർക്കേണ്ടതാണ്. യോഹന്നാൻ ദർശിച്ച 7 ദൂതന്മാർ തിരുസന്നിധാനത്തിലെ പ്രധാന മാലാഖമാരാണ്. അവരുടെ പേരുകൾ അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉറിയേൽ, റാഫേൽ, റാഗുവേൽ, മീഖായേൽ, സാരിയേൻ, ഗബ്രിയേൽ, റമിയേൽ എന്നതാണ്. ഇത് തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലാണ്. സന്നിധാനത്തിലെ മാലാഖമാർ എന്ന നാമധേയത്തിന് 2 അർത്ഥമുണ്ട്. ഒന്നാമത്, പൗരസ്ത്യ രാജധാനികളിലെ പോലെ രാജാവിന് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് മാത്രം എപ്പോഴും രാജസന്നിധിയിൽ പ്രവേശനം അനുവദിച്ചിരുന്നത് പോലുള്ള പ്രത്യേക അനുമതി. രണ്ടാമത്, ഏത് സമയത്തും സേവനത്തിനായി അയക്കപ്പെടാൻ ഒരുക്കമുള്ളവരെന്നർത്ഥം. ഏലിയാവും ഏലിശയും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ ആരുടെ മുൻപാകെ നിൽക്കുന്നുവോ ആ യഹോവയായ ദൈവം സേവന സന്നദ്ധനായ ദാസൻ എന്ന അർത്ഥം. അത് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലും 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിലുമൊക്കെ നമുക്ക് വായിക്കാം. സ്വർഗീയ ക്രമപ്രകാരം ഏറ്റവും ഉന്നത പദവി എല്ലായ്പ്പോഴും ദൈവസേവയ്ക്ക് അയക്കപ്പെടുന്നതിനായി ഒരുങ്ങി നിൽക്കുന്ന പദവിയാണെന്ന കാര്യമാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ദർശനങ്ങളിൽ കാഹളം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രത്യക്ഷ അടയാളമാണ്. സീനായി പർവ്വതത്തിൽ വെച്ച് ന്യായപ്രമാണം മോശയ്ക്ക് കൊടുക്കുന്ന അവസരത്തിൽ ഇടിയും മിന്നലും കനത്ത കാർമേഘവും അത്യുച്ചത്തിൽ കാഹളനാദവും ഉണ്ടായി. അതിനുശേഷം പ്രവചനങ്ങളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ് യഹോവയുടെ ദിനത്തെ വിളിച്ചറിയിക്കുന്ന കാഹളനാദത്തെ പറ്റിയുള്ള പരാമർശം. ഈ ചിത്രം പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചു. അന്ത്യനാളിനെ വിളിച്ചറിയിക്കുന്ന കാഹളത്തെപ്പറ്റി പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ മൃതന്മാർ ഉയിർത്തെഴുന്നേൽക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ. ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടുമ്പോൾ പെരും കാഹളം മുഴങ്ങും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. വില്യം ബാർക്ലേ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വേദപുസ്തകത്തിൽ പൊതുവായി പരിഗണിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: ആലങ്കാരിക പ്രയോഗങ്ങളും കവിതകളും പ്രതിരൂപ അർത്ഥത്തിലുള്ള വർണ്ണനകളും അവയുടെ അക്ഷരാർത്ഥത്തിലല്ല, അവയിൽ അടങ്ങിയിരിക്കുന്ന സത്യം അല്ലെങ്കിൽ സാരം വെളിച്ചത്ത് കൊണ്ടുവരത്തക്ക വിധത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. കാഹളം അലങ്കാര പ്രയോഗമാണ്. അതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാവാം. ഒന്ന്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. രണ്ടാമത്തേത് ഒരു പ്രഖ്യാപനമാവാം. 3, ആജ്ഞ നൽകുന്നതിന് വേണ്ടിയും വിളിച്ച് വരുത്തുന്നതിന് വേണ്ടിയും. അപ്പോൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് വെളിപ്പാട് സാഹിത്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇത്തരത്തിലുള്ള ചില അടയാളങ്ങൾ, സിംബൽസ്, അതിൻ്റെയൊക്കെ ആത്മീയാർത്ഥമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ധൂപമായി അംഗീകരിക്കപ്പെടും എന്ന ഒരു ഉറപ്പ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നു. ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് യാഗപീഠത്തിലെ
തീ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സൂചന അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവിക നിലപാടുകളിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ ശ്രമിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും ഞങ്ങൾക്ക് പകർന്ന് ഞങ്ങളുടെ ജീവിതക്രമങ്ങളിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരുക്കിയ കരുണയ്ക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളെ പിന്തുടരണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളും ഭാരങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നു. ഈ പ്രഭാതം കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളായിരിക്കണമേ. പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, ഉൾക്കരുത്തിൻ്റെ നിമിഷങ്ങളായിരിക്കാൻ ഇടയാക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലും അവിടുത്തെ ആലോചനയും വഴി നടത്തലും കൂടെയിരിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.